നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. സന്ദർശകർക്ക് നിയന്ത്രണം. കോർക്ക് ലാവോയിസ് കൌണ്ടികളിലെ ആശുപത്രികളിൽ സന്ദർശകർക്ക് നിയന്ത്രണം. ഫ്ലൂ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം. മാപ്പ് പറഞ്ഞ് TD. അമിത വേഗതയിൽ വാഹനമോടിച്ചതിൽ മാപ്പ് പറഞ്ഞ് ഫിയന്നഫെൽ TD മൈക്കിൾ കാഹിൽ. വൻതുക പിഴ. കൌണ്ടി കിൽഡെയറിലെ കമ്പനിക്ക് വൻതുക പിഴ ചുമത്തി കോടതി. കമ്പനിയിലെ ജീവനക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ്. വിവാദ അധ്യാപകൻ ഇനോക് ബർക്കിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ജയിൽ ശിക്ഷ റദ്ദാക്കി. ഭാര്യയെ മർദ്ദിച്ച കേസിൽ മുൻ പോലീസുകാരന് ആശ്വാസം. കോടതി ജയിൽ ശിക്ഷ റദ്ദാക്കി. വളർത്തുമൃഗങ്ങളുടെ മരണം പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നതുപോലെ വേദനാജനകമാണെന്ന് പഠനം. മൊയ്നൂത്ത് സർവകലാശാലയാണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത്. ഏഷ്യൻ ഹോർണറ്റുകൾ ഭീഷണി. ഏഷ്യൻ ഹോർണറ്റുകൾ ഇപ്പോഴും ഭീഷണിയാണെന്ന് വ്യക്തമാക്കി കെറിയിലെ കർഷകർ. ആക്രമണങ്ങളോട് സീറോ ടോളറൻസ്. ഇന്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളോട് സീറോ ടോളറൻസ് നയം സ്വീകരിക്കുമെന്ന് അയർലൻഡ് മൈഗ്രേഷൻ മന്ത്രി കോളം ബ്രോഫി. നുഴഞ്ഞുകയറി ഇസ്ലാമിക ഭീകരവാദികൾ. അയർലൻഡിലെ ക്യാമ്പസുകളിൽ ഇസ്ലാമിക ഭീകരവാദികൾ നുഴഞ്ഞുകയറുന്നതായി റിപ്പോർട്ട്. കൌണ്ടി വിക്ലോയിലെ ക്ലിഫ് വാക്ക് 3 വർഷത്തേക്ക് കൂടി അടച്ചിടുമെന്ന് വിക്ലോ കൌണ്ടി കൌൺസിൽ. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിനാലാണ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് സമാധാന നൊബേൽ സമ്മാനം സമ്മാനിച്ചതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധക്കാരുടെ വധശിക്ഷ ആക്കിയ ഇറാന്റെ നടപടിയെ ആദരിക്കുന്നുവെന്ന് US. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാർ അടുത്ത മാസം ഒപ്പുവയ്ക്കും. ആഭ്യന്തര കലാപം രൂക്ഷമായ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാർ മടങ്ങുന്നു. ഡൽഹിയിലെത്തിയത് 2 വിമാനങ്ങൾ. 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി. വിജിലൻസ് റെയ്ഡ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 70 ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. കണക്കിൽപ്പെടാത്ത 16.50 ലക്ഷം രൂപ കണ്ടെടുത്തു. വിസ നിഷേധിച്ച് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലേക്ക് പോകാനൊരുങ്ങിയ ICC ഉദ്യോഗസ്ഥന്റെ വിസ നിഷേധിച്ചു. ഇന്ത്യക്കാരനായ ഉദ്യോഗസ്ഥന്റെ വിസയാണ് ബംഗ്ലാദേശ് നിഷേധിച്ചത്. മാറ്റങ്ങളുമായി BCCI. 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളുമായി BCCI. പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിനും തിലക് വർമ്മയ്ക്കും പകരം രവി ബിഷ്ണോയും ശ്രേയസ് അയ്യറും ടീമിലെത്തി. മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തണുപ്പ് തുടരും. അയർലൻഡിൽ തണുപ്പുള്ള കാലാവസ്ഥ തുടരും. വരും ദിവസങ്ങളിൽ തണുപ്പ് കനക്കുമെന്നാണ് മെറ്റെയറാൻ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.